സന്തോഷമായിട്ട് വരും. നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ വരും. ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? നമ്മളൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. തലയിൽ ഒരു മുടി പോലും കിളിക്കാത്ത, തലയിൽ മുടി കിളിപ്പിച്ച ഡോക്ടറാണ്. അതുപോലെ തന്നെ പൈൽസിന് പരിഹാരമായിട്ട് കുറേ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് റിസൾട്ട് ഉള്ളതാണ്. ഡോക്ടറെ, ഭഗവാനെ കണ്ട് തൊഴുതോ? ആണല്ലയോ? ഭഗവാന്റെ മുന്നിൽ നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഇടാനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഷോപ്പ് ഉണ്ട് ആണല്ലയോ? അവിടെ കാരണം അവിടെ ക്ലിനിക്കിലാകുമ്പോൾ നമുക്ക് പേഷ്യൻസും കൺസൾട്ടേഷനും മാത്രമല്ലേ വന്നായിരുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ വെറുതെ എൻക്വയറി ഉള്ള ഓയിൽസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല, സ്പെഷ്യൽ പ്രൊഡക്ട്സും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താല് ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തെക്കേ നടയാണ്. തെക്കേ നടയുടെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നമുക്ക് ആനയൊക്കെ കാണാം. അതുപോലെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കാണാൻ പറ്റും. സന്തോഷമായിട്ട് വരും. നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറാൻ വരും. ശരി. അടിപൊളി. പെർജിനെ, ഇതിനൊക്കെ വേണ്ടി എത്ര പേര് നമ്മളെ വിളിച്ചതറിയോ? എന്നിട്ട് നമ്മള് നമ്പർ കൊടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞാ. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് നേരിട്ട് തെക്കേ നടയില് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള വഴിയൊക്കെ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ കണ്ടത് മുടി കിളിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ സംഭവം തന്നെ. അതുപോലെ പൈൽസുകാർ എത്ര പേർക്ക് റിസൾട്ട് ഉണ്ടെന്നറിയോ? പക്ഷെ ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മളാണ് കൂടുതലായിട്ട് ഇപ്പൊ അറിഞ്ഞത്. അന്ന് കുറച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ എണ്ണ റിസൾട്ട് ഭയങ്കരമാണ്. എന്തൊക്കെയാ ഇതിനുള്ള ഗുണങ്ങള്? ഇതെങ്ങനെയാന്ന് വെച്ചാലേ, ഇത് നിത്യേന തേക്കാം. ഇത് നര, താരൻ, മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ്, മുടി കൊഴിച്ചിലിന്, ഇതെല്ലാത്തിനും സിംഗിൾ ഓയിൽ എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത്? അത് നിത്യേന ഉപയോഗിക്കാം. മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക്. താരനുള്ളവരാണെങ്കിൽ ഒന്ന് ചൂടാക്കി തേക്കണം. വീക്ക്ലി ട്വൈസ് ഒക്കെ ആയിട്ട് ഒന്ന് ചൂടാക്കി തേക്കണം. അപ്പൊ ആ രീതി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. പിന്നെ കൂടുതൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് വിളിക്കുകയും കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോന്ന് സോപ്പൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. ഓ ശരി. ഇതെങ്ങനെ? ഇത് നാൽപ്പാമരാതി കഷായ സോപ്പാണ് നമുക്ക്. അതെങ്ങനെയാ വെച്ചാല് നമുക്ക് കളർ വരാൻ വേണ്ടിയിട്ട്, സ്കിന്നിന് പാടുള്ളവർക്ക്, മുഖക്കുരു ഒക്കെ ഉണ്ടായിട്ട് പാടുള്ളവർ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഓരോന്നും ഇതുണ്ട്. ഇതെന്താ വെച്ചാൽ ഹെയർ പൗഡർ ആണത്. തലയിൽ നമ്മള് എണ്ണ തേച്ച് കഴിഞ്ഞാല് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കഴുകാൻ സോപ്പും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ ഇത് കഴുകാൻ വെള്ളത്തിൽ ചേർത്തിട്ട് ഇത് താളിപ്പൊടി മാതിരി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ പച്ചമരുന്ന് എല്ലാം ചേർത്തുള്ള കെമിക്കലൊന്നും ഇല്ലാത്തുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇത് അടുത്ത ഓരോന്നോരോന്നുണ്ട് കേട്ടോ, കുറെ ഉണ്ട്. പഴയകാലത്ത് പറയണ മാതിരി വെള്ളിലന്താളി, കുറുന്തോട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ കണ്ടന്റ് കൃത്യമായിട്ട് ചേർത്ത്. അപ്പം നമുക്ക് മുടി നരയൊന്നും പെട്ടെന്ന് വരില്ല. പിന്നെ സ്ട്രെങ്ത് കിട്ടും നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ. അപ്പൊ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് കൊടുക്കാറില്ല. അപ്പൊ ഇത് തന്നെ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ഓരോന്നും അങ്ങനെയുള്ള ഓരോ വെറൈറ്റികളല്ല. നമുക്ക് ചാർക്കോളിന്റെ സോപ്പാ വരുന്നത്. ഇത് ചാർക്കോളിന്റെ സോപ്പാ. അതൊരു മാസ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് വാഷ് ചെയ്യാനും പറ്റും. നല്ല റിസൾട്ട്. അപ്പൊ ഒരു ഗ്ലോ ഒക്കെ വരും നമ്മുടെ സ്കിന്നിന്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഫേസ് ചെയ്ത് പൈസ ഒന്നും കളയണ്ട. അതുപോലെ ഓരോ ഐറ്റങ്ങളും, കാരണം നാച്ചുറൽ ആയിട്ട് എന്ത് നമ്മൾ നമ്മുടെ സ്കിന്നിന് ഉപയോഗിക്കണതോ അത് നമ്മുടെ ബോഡി പ്യൂരിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഡയറക്റ്റ് ബ്ലഡ് സർക്കുലേഷനിലേക്കല്ലേ അത് പോണത്. അപ്പൊ അതുകൊണ്ട് നല്ല സാധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർബന്ധമാണ്. കൃത്യമായിട്ട് പണ്ട് പറയാറുണ്ട്, നമ്മുടെ ഈ ഹോൾസുകൾ നമ്മുടെ ശരീരത്തുണ്ട്. അത് ആവശ്യമുള്ളതിനെ വലിച്ചെടുക്കാനും വേണ്ടാത്തതിനെയും പുറത്ത് കളയാനുള്ളതാണ്. പക്ഷേ ഈ ലോക്കൽ സോപ്പുകളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പ് പോലുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ ഹോൾസുകളൊക്കെ അടയുമെന്നാണ് പല ഡോക്ടർമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഡയറക്റ്റ് സർക്കുലേഷനിലേക്കാണ് അത് പോണത്. കാരണം കിഡ്നി ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മള് കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ട്. അപ്പൊ നല്ല സാധനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. നമ്മൾ ഈ കഷായം കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കഷായ സോപ്പ്, കഷായ ഷാമ്പു. എന്തുവാ ഡോക്ടറെ ഈ കഷായ സോപ്പ്? കഷായ സോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കിൻ ഡിസീസിനും ഉപയോഗിക്കാം. പിന്നെ സോറിയാസിസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഞാൻ ഇത് തന്നെയാണ് പ്രിഫർ ചെയ്യുക. അവർക്ക് സോപ്പ് ഉപയോഗിച്ചുകൂടാന്ന് പറയുന്നവർക്ക് ഇതാണ് ഉപയോഗിക്കാറ്. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മള് കഷായമാണ് ഇതിൽ കണ്ടന്റ് വരുന്നത്. പിന്നെ ഓയിൽ ബേസിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വേറെ ഓയിൽ ബേസിലാണ് ഉണ്ടാക്കുന്നത്. കെമിക്കൽസ് ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് തലയിലും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സ്കാൽപ് സോറിയാസിസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. തലയിൽ തേക്കാൻ ഷാമ്പൂന് പകരം. അതെന്താ വെച്ചാൽ കഷായത്തിലാണ് ഷാമ്പു ഉണ്ടാക്കിയിരിക്കുന്നത്. ഷാമ്പു അങ്ങനെ കഷായം ബേസിൽ. കെമിക്കൽ പോലെ വന്ന് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് നമുക്ക് ഇപ്പൊ എണ്ണ പോണില്ല എന്ന് പറയും ചിലവർക്ക്. തീരെ എണ്ണ തലയിൽ നിക്കണ്ടെന്നുള്ള പേഷ്യന്റുകളുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ വെയിൽ കൊള്ളുമ്പോഴൊക്കെ ആയിട്ട് തല പറന്ന് നടക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോ ആ പൊടിയിൽ ഫുള്ളായിട്ട് ചിലപ്പോ പോയിക്കൊള്ളണം എന്നില്ല. അപ്പോഴാണ് നമ്മൾ ഇത് കൊടുക്കാറുള്ളത്. കഷായം വെച്ചിട്ട് നമ്മള് എടുത്തിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപയോഗിക്കാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഇത് എത്ര ഒഴിക്കണം? ആവശ്യത്തിന് നമ്മുടെ മുടി എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് എന്നിട്ട് കലക്കിയിട്ട് നമ്മൾ തലയിൽ തേക്കുക. എത്ര സമയം കഴിഞ്ഞ് കഴുകിക്കളയണം? നമ്മൾ ഇങ്ങനെ ഷാമ്പു തേക്കണം, അതിനെ തേക്കുക, കുളിക്കുക, അത്രേ ഉള്ളൂ. അതൊന്നും ഇങ്ങനെ പതപ്പിച്ചിട്ട് ഇതാക്കുക. ഒരുപാട് പത വരില്ല കഷായ ഷാമ്പു ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ ഹെയറിന്റെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡോക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സോപ്പായാലും അല്ലെ എണ്ണയായാലും എല്ലാ കാര്യങ്ങളും
ഹെയറിന് ഒരു കുഴപ്പം വരാത്ത രീതിയിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കുന്നത്. ദേ അകത്ത് മാത്രമല്ല ഇവിടെയും കുറെ പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്. മെയിനായിട്ട് ഈ ബേബി ഓയിൽ എന്ന് പറയുന്ന നമുക്ക് കൃത്യമായിട്ടും ബേബി ഓയിലിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. എന്താ ഈ ആ കുഞ്ഞുങ്ങൾക്ക് എണ്ണ വരട്ടുന്നതിന്റെ ഗുണം? അതെന്താ വെച്ചാല് കുട്ടികൾക്ക് എല്ല് ബലം കുറവാണ്, അത് അങ്ങനെ ആയി വരണം. അതിനാണ് അവർക്ക് കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ എണ്ണ തേക്കുമ്പോൾ എല്ലുബലം വരാൻ തുടങ്ങും. അപ്പൊ കുട്ടികൾ നന്നായി ഓടി കളിക്കുമ്പോൾ ഇവർക്ക് വിശക്കുമ്പോൾ നന്നായി ഭക്ഷണം കഴിക്കും. അപ്പൊ അവരുടെ വളർച്ച നോർമലാവും, നല്ലതായിട്ട് വരും. അടിപൊളിയായിട്ടോ. അപ്പൊ അങ്ങനെ ഈ ഓയിൽ തേച്ചാലേ എല്ലിനെ കറക്റ്റ് ആക്കി, മാത്രമല്ല നല്ല ഓയിൽ എടുക്കുന്നത്. പിന്നെ പ്രസവിച്ച കുട്ടികൾ മുതൽ പറയുന്നുണ്ട് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റേ ഈ വിടക്കിന്റെ അസുഖം ഉണ്ടാവും, ഈ രാത്രി കരയാ, പല്ല് കടിച്ചിട്ട് പിന്നെ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ എണ്ണ തേപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുതലേ അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഒരു 10 വയസ്സ് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് തേക്കുകയും ചെയ്യാം. ഈ എണ്ണ തന്നെ തേക്കാം. അപ്പൊ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശപ്പ് നോർമലാവും, ഫുഡ് കഴിക്കും, അതേമാതിരി ശോധന ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബ്രെയിൻ ഗ്രോത്ത് നന്നാവും. ഓട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിൽ ശോധന ഇല്ലാഞ്ഞിട്ട് ഉള്ളാത്ത ഒരു പ്രശ്നമാണ് വരിക. അപ്പൊ അങ്ങനെ ശോധനയൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നാളെ നല്ല തലമുറകൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഗുരുവായൂർ നിരന്തരം ചോറൂണിന് കുറെ കുട്ടികൾ വരാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് അമ്മമാർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഈ 10 വയസ്സ് വരെയുള്ള കാര്യം ഡോക്ടറിന് അത് പറഞ്ഞു. ഈ 10 വയസ്സ് കഴിഞ്ഞവർക്ക് ഏതെണ്ണ അതേക്കണ്ട? അവർക്ക് നാൽപ്പാമരാതി നിത്യേന യൂസ് ചെയ്ത് കുളിക്കാം. ഇത് കണ്ടോ, നാൽപ്പാമരാതി എന്ന് പറയുന്ന ഒരു എണ്ണയാണ്. ഇതിന്റെ ഗുണം എന്തൊക്കെയാ? അതെങ്ങനെയാ വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സ്കിന്നിന് പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പൊ ബ്ലഡും സ്കിന്നും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ മൈൻഡും ഓക്കെ ആയി എന്ന് പറഞ്ഞ മാതിരി. ഇതില് മെയിൽസിനും ഫീമെയിൽസിനും ഒരുമാതിരി ഉപയോഗിക്കാം. രണ്ടുപേർക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് തണുപ്പില്ല നമ്മളെ നാൽപ്പാമരാതി. നാൽപ്പാമരം എന്ന് പറയുമ്പോ തണുപ്പ് വരുന്നതാണ്, നാൽപ്പാമരപ്പട്ടകളൊക്കെ. അപ്പൊ അങ്ങനെ നീരിറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ ചിലവർ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇതിൽ വരില്ല. പ്രശ്നമില്ലാണ്ട് ഡെയിലി യൂസ് ചെയ്ത് കുളിക്കാം. സന്തോഷേട്ടാ. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കൺമഷി ഉണ്ട്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള കൺമഷി എന്തോ പ്രത്യേകത? കണ്ണിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇന്ദ്രിയാണല്ലോ. ആണ്. അപ്പൊ അതുകൊണ്ട് കൺമഷി ആയുർവേദിക് വിധി പ്രകാരം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഡോക്ടറെ കണ്ണൊക്കെ എഴുതിയേക്കുന്നില്ലയോ അതേപോലെ. അപ്പൊ ഈ കണ്ണിന് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യം കറക്റ്റ്. എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? ഇതെങ്ങനെയാ വെച്ചാൽ നമ്മളെ പറയുന്നുണ്ട് ആയുർവേദത്തില് എണീറ്റ് കഴിഞ്ഞിട്ട് കണ്ണെഴുതാനാ പറയുന്നത്. ആയുർവേദത്തില് അത്ര ഇമ്പോർട്ടൻസ് കണ്ണെഴുതുന്നതിന് അവിടെ പറയുന്നത്. എന്തൊക്കെയാ ചേരുന്നത് ഇതിലെങ്ങനെയാ വെച്ചാല് പൂവാങ്കുറുനിലയുടെ നീര് നമ്മൾ നൈസായിട്ടുള്ള തുണിയിൽ ഇതാക്കിയിട്ട് നീരെടുത്തിട്ട് ഉണക്കും 7 പ്രാവശ്യം. പിന്നെ തെച്ചി, കാട്ടുതെച്ചി അതും അരച്ച് നമ്മൾ ഇതിൽ 7 പ്രാവശ്യം നേരിലത്ത് ഉണക്കും. എന്നിട്ട് തിരി നനച്ചിട്ടാണ് നമ്മൾ കത്തിച്ചതിന് ശേഷം കൺമഷി എടുക്കുന്നത്. ഈ ഒരു ചെറിയ ബോട്ടിൽ കൺമഷി ഉണ്ടാക്കാനായിട്ട് നല്ല ടൈം വേണ്ടി വരും. എങ്കിലേ നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് കണ്ണ്. ആ കണ്ണിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ഡോക്ടർ ഇങ്ങനെ ഒരു കൺമഷി ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വരാത്തവരില്ല. ഞങ്ങളൊക്കെ ഇന്നലെയും വന്ന് നന്നായിട്ട് തൊഴുതിട്ടാണ്, അതുകൊണ്ടാണ് ഡോക്ടറെ കണ്ടതും. അപ്പം ഇവിടെ വരുന്നവർക്ക് കൃത്യമായിട്ട് എന്ത് സാധനവും കളക്ട് ചെയ്യും. ഇത് കൂടാതെ നമ്മുടെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ദൂരെ ഉള്ളവർക്കാണ് എന്താ നമ്മൾ ചെയ്യുന്നത്? ദൂരെയുള്ളവർക്ക് അവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തിട്ട് എങ്ങനെയാ മെഡിസിൻ വേണ്ടി അതിനനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഡോക്ടറെ കാണാതെ തന്നെ മരുന്ന് വാങ്ങിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഡോക്ടർ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ അവിടെ ഒരു വീഡിയോക്ക് വന്നപ്പം നിറച്ചു ആളാ ഡോക്ടറെ കാണാനായിട്ട്. രാവിലെ എത്ര മണിയിൽ തുടങ്ങും? രാവിലെ ഒരു 9:30 മുതൽ തുടങ്ങും. 9:30 തൊട്ട് രാത്രി എത്ര മണി വരെ? 5 മണി വരെ. 5 മണി വരെ. പിന്നെ പേഷ്യൻസ് ലോങ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യാറുണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ട് ഇനി വരുന്ന വഴിയും കൂടെ ചോദിക്കാം. ഡോക്ടറെ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് കൃത്യമായിട്ടുള്ള ഈ ഷോപ്പ് എവിടാ? കിഴക്കേ നടയിൽ നിന്ന് നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ പുതിയൊരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. ഇവിടെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡില് തൊട്ടടുത്ത് തന്നെ. ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് തെക്കേ നടയിൽ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും.